സി അച്യുതമേനോൻ. തൃശൂർ രാപ്പാൾ മഠത്തിൽ വീട്ടിൽ അച്യുതമേനോന്റെയും ചേലാട്ട് ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി 1913 ജനുവരി 13 അച്യുതമേനോൻ ജനിച്ചു. അയ്യങ്കാർ സ്മാരക സ്വർണ്ണ മെഡലും ജസ്റ്റിസ് കുഞ്ഞിരാമൻ നായർ സ്മാരക സ്വർണ്ണ മെഡലും നേടിയാണ് 1935 തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നും നിയമവിദ്യാഭ്യാസം അദ്ദേഹം പൂർത്തിയാക്കിയത്. 1937 ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ പ്രക്ഷോഭത്തോടെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തി. 1940 യുദ്ധവിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് പി കൃഷ്ണപിള്ളയുമായി അക്കാലത്ത് ആത്മബന്ധമുണ്ടായിരുന്ന അച്യുതമേനോൻ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചേർന്നു. 1942 വീണ്ടും അറസ്റ്റിലായ അദ്ദേഹം ജയിലിൽ വെച്ച് H.G. വെൽസിന്റെ ലോക ചരിത്ര സംഗ്രഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. 1942 മുതൽ 1949 വരെ കൊച്ചി CPI സെക്രട്ടറിയായിരുന്നു അച്യുതമേനോൻ. 1949 തിരുകൊച്ചി സംയോജനത്തെ തുടർന്ന് CPI സെക്രട്ടേറിയറ്റ് അംഗം. 1952 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. 1957 നിയമസഭയിൽ, 1969-70 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി, 1970 മുതൽ 1977 വരെ മുഖ്യമന്ത്രി. തൃശൂരിലെ പ്രഥമ പ്രസ് തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റ്, DCC പ്രസിഡന്റ്, KPCC അംഗം, കൊച്ചിൻ കോൺഗ്രസ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. ഭൂപരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം, വനദേശസാൽക്കരണം, കണ്ണൻദേവൻ കമ്പനിയുടെ മിച്ചഭൂമി ഏറ്റെടുക്കൽ, ലക്ഷം വീട് പദ്ധതി, പൊതുവിതരണ ശൃംഖല മെച്ചപ്പെടുത്തൽ, കർഷക തൊഴിലാളി നിയമനിർമ്മാണം തുടങ്ങിയവയിൽ ജനപ്രിയ പരിഷ്കാരങ്ങൾക്ക് പുറമെ ഏറെ വിമർശിക്കപ്പെട്ട ഡയസ് നോൺ നിയമം, കരിനിയമം എന്നാണ് തൊഴിലാളികൾ വിശേഷിപ്പിച്ചത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. പ്രധാനപ്പെട്ട കൃതികൾ: ലോക ചരിത്ര സംഗ്രഹം, സോവിയറ്റ് നാട്, കേരള സംസ്ഥാനം പ്രശ്നങ്ങളും സാധ്യതകളും, കിസാൻ പാഠപുസ്തകം, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, സ്മരണയുടെ ഏടുകൾ, എൻ്റെ ബാല്യകാല സ്മരണകൾ. 1978 കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടി ഈ കൃതിക്ക്. എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ കൃതികൾ. 1991 മരണം.